കൊട്ടാരക്കര MGM സ്കൂളിന്റെ 30ാം വാർഷികാഘോഷം 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച വിദ്യാർത്ഥികളെ പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. പ്രതിസന്ധികൾ തരണം ചെയ്യാൻ പുതിയ തലമുറ സജ്ജരാകണമെന്ന് ആർ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. MGM സ്കൂളിന്റെ 30ാമത് വാർഷികാഘോഷങ്ങൾ കൊട്ടാരക്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടയിലാണ് പുതിയ തലമുറ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ വാചാലനായത്. ഇന്നത്തെ തലമുറ പരാജയങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ്. പരാജയത്തിന്റെ രുചി അറിയുന്നവർക്കേ വിജയത്തിന്റെ വില മനസ്സിലാകൂവെന്ന് ആർ ശ്രീകണ്ഠൻ നായർ ഓർമ്മപ്പെടുത്തി. ഒരുപക്ഷെ ISRO എന്ന് പറയുന്ന കേന്ദ്രത്തിൽ ശരാശരി ശാസ്ത്രജ്ഞനായി വരികയും ഇന്ത്യയുടെ അമരത്ത് കയറി നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മിസൈൽ സയന്റിസ്റ്റ് ഞാനാണെന്ന് നമ്മളോട് പറഞ്ഞ ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞൊരു വാചകമാണത്. നിങ്ങൾക്ക് ഉറക്കം വരാത്തതായിരിക്കണം സ്വപ്നങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. നമ്മൾ സ്വപ്നം കാണാൻ പഠിക്കണമെന്ന് അദ്ദേഹം നമ്മോട് പറഞ്ഞു. ഈ സ്കൂളിലെ കുട്ടികളോടും എനിക്കതാണ് പറയാനുള്ളത്. നിങ്ങൾ സ്വപ്നം കാണാൻ പഠിക്കുക. അച്ഛൻ കാട്ടിത്തന്ന പാതയിലൂടെയാണ് താൻ വളർന്നതെന്നും അതിനാലാണ് ജീവിതത്തിൽ വിജയിക്കാനായതെന്നും ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. MGM സ്കൂളിന്റെ വളർച്ച വിദ്യാഭ്യാസ മേഖലയ്ക്ക് കരുത്താണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1994 പ്രവർത്തിച്ച ഈ ഒരു സ്കൂൾ സംരംഭം ഇന്ന് കേരളത്തിൽ ഇത്രയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വളർന്നു കഴിഞ്ഞു എന്നുള്ളത് എന്നെ അഭിമാനം കൊള്ളിക്കുന്നു. രക്ഷിതാക്കളോട് സംവദിക്കാനും ചിലവഴിക്കാനും ഓരോ കുട്ടികൾക്കും കഴിയണമെന്ന് MGM ഗ്രൂപ്പ് ഓഫ് സ്കൂൾ ചെയർമാൻ ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്ക് ടിഫിൻ ഉണ്ടാക്കി തരുന്ന, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരുന്ന അമ്മയെ കാണുമ്പോൾ നിങ്ങൾ എന്തു പറയണം എന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നു. അമ്മയ്ക്കൊരു നന്ദി പറയണം, താങ്ക് യു അമ്മ എന്ന് പറയണം. അച്ഛനെ കാണുമ്പം ഗുഡ് മോർണിംഗ് അച്ഛ എന്ന് പറയണം. വിഷ് ചെയ്യാൻ പഠിപ്പിക്കണം. മാതാപിതാക്കളെ കാണാനും അവരുടെ മുഖത്ത് നോക്കാനും അവരോട് സംവാദിക്കാനും നമുക്ക് കഴിയണം. ചലച്ചിത്രതാരം സാജൻ പള്ളുരുത്തി വിശിഷ്ടാതിഥിയായിരുന്നു. പ്രിൻസിപ്പൽ നിഷ S, വൈസ് പ്രിൻസിപ്പൽ ജെസി വിനു, അധ്യാപിക രാധാ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. വാർഷികത്തോടനുബന്ധിച്ച കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കൊല്ലം.